ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മെരിസ്റ്റമ ടിഷ്യൂസും സിമ്പിൾ ടിഷ്യൂ എന്ന പെർമനന്റ് ടിഷ്യൂ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് പെർമനന്റ് ടിഷ്യൂസിലെ കോംപ്ലക്സ് ടിഷ്യൂസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. കോംപ്ലക്സ് ടിഷ്യൂ എന്താണ്? സിമ്പിൾ ടിഷ്യൂ സെയിം ടൈപ്പ് സെല്ലുകളുള്ള കലകളാണ്, കോശങ്ങളുള്ള കലകൾ, ഒരേ ടൈപ്പ് കോശങ്ങളുള്ള കലകളാണ് സിമ്പിൾ ടിഷ്യൂ അഥവാ ലഘുകലകൾ. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത് ഡിഫറന്റ് ആയിട്ടുള്ള സെല്ലുകളുള്ള ടിഷ്യൂ ആയിരിക്കും. അതായത് വ്യത്യസ്ത ഘടനയും സ്ട്രക്ചറൊക്കെ ഉള്ള കോശങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള കലകളെയാണ് സങ്കീർണ കലകൾ എന്ന് പറയുന്നത്. ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കലകളായിരിക്കും. അവ ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കും. അതായത് ഒറ്റയ്ക്ക് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, എല്ലാം കൂടെ ചേർന്ന് ഒറ്റ യൂണിറ്റ് ആയിട്ടായിരിക്കും അവരൊരു ഫംഗ്ഷൻ നിർവഹിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന കോശങ്ങൾ ഒന്നുകിൽ ജീവനുള്ളതോ ജീവനില്ലാത്തതോ കട്ടിയുള്ളതോ കട്ടിയില്ലാത്തതോ ആകാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജീവനുള്ള കോശങ്ങളും ജീവനില്ലാത്ത കോശങ്ങളും കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഒരു യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് സൈലവും ഫ്ലോയവും. സൈലത്തിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം, വാട്ടറിനെയും മിനറൽസിനെയും കണ്ടക്ഷൻ സഹായിക്കുക. അതുപോലെ ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ ആഹാര പദാർത്ഥങ്ങളെ സംവഹനം ചെയ്യുക, ഇലകളിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നതൊക്കെയാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് സൈലം അഥവാ വുഡ് ഓർ തടി. സൈലം എന്ന് തന്നെയാണ് നമ്മുടെ തടി അല്ലെങ്കിൽ വുഡ് എന്ന് പറയുന്നത്. ഈ പദം ആദ്യമായിട്ട് നൽകിയത് നഗേലി എന്ന സയന്റിസ്റ്റ് ആണ്. വളരെ കട്ടിയുള്ളതാണ് സൈലം. ഭയങ്കര കട്ടിയുള്ള കാഠിന്യമുള്ള കോശങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ പിന്തുണയും നൽകുന്നുണ്ട്. തടി ഓർത്ത് നോക്കിയാൽ നല്ല കട്ടിയല്ല, അപ്പൊ ആ സപ്പോർട്ടിന്റെ കാരണം സൈലം തന്നെയാണ്. ഇവ വേരിൽ നിന്നും കാണ്ഡത്തിലൂടെ, ഇലകളിലൂടെ, പൂക്കളിലൂടെ, ഫലങ്ങളിലൂടെ തുടർച്ചയായ കുഴല് പോലെ കാണും. അതായത് റൂട്ടിൽ തുടങ്ങുന്ന സൈലം ഒറ്റ ട്യൂബ് പോലെയാണ്. അപ്പൊ അത് കുറെ സെല്ലുകൾ കണക്ട് ചെയ്ത് ഒന്നിന് മുകളിൽ വെച്ച് ട്യൂബ് പോലെ റൂട്ട് മുതൽ ലീഫ് വരെ, അത് ഇലകളിലോട്ട്, അതുപോലെ ലീഫിലോട്ട്, പൂക്കളിലോട്ട്, ഫലങ്ങളിലോട്ടൊക്കെ ഒറ്റ ട്യൂബ് പോലെ കാണപ്പെടും. കാരണം ഇങ്ങോട്ടെല്ലാം വെള്ളവും മറ്റ് മെറ്റീരിയൽസ് എത്തിക്കാൻ വേണ്ടി ഒറ്റ കുഴല് പോലെയാണ് കാണപ്പെടുന്നത്. ബ്രാഞ്ചഡ് ആയിട്ടുള്ള കുഴലുകൾ പോലെയാണ് കാണപ്പെടുന്നത്. അപ്പൊ സൈലം ഒരു നീണ്ട കുഴല് പോലെയാണ് കാണപ്പെടുന്നത്. അത് എവിടെ മുതലായിരിക്കും? റൂട്ട് മുതൽ ലീഫ് വരെ മറ്റ് പാർട്ടുകൾ. സൈലം പൊതുവായിട്ട് രണ്ട് തരത്തിലുണ്ട്: പ്രാഥമിക സൈലവും ദ്വിതീയ സൈലവും. പ്രാഥമിക സൈലം എന്ന് പറയുന്നത് ചെടിയുടെ ആദ്യഘട്ടം, വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്ന സൈലമായിരിക്കും. ചെടി പൊക്കം വയ്ക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സൈലത്തിനെയാണ് പ്രാഥമിക സൈലം എന്ന് പറയുന്നത്. അതിനുശേഷം ചെടി വണ്ണം വയ്ക്കും എന്ന് പറഞ്ഞ ഓർമ്മ, സെക്കൻഡറി തിക്കണിങ്. ദ്വിതീയ വളർച്ച എന്ന് പറയും. പ്രാഥമിക വളർച്ച നീളം കുറയ്ക്കുക, ദ്വിതീയ വളർച്ചയിലാണ് വണ്ണം വയ്ക്കുന്നത്. അപ്പൊ പ്രാഥമിക വളർച്ചയിൽ കൂടുതലും പ്രാഥമിക സൈലമായിരിക്കും ഇൻവോൾവ് ആവുന്നത്. എന്നാൽ ദ്വിതീയ വളർച്ച, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വണ്ണം വയ്ക്കുന്ന, ആ ദ്വിതീയ വളർച്ചയിലും ഒരുപാട് പുതിയ സൈലം ഉണ്ടാവും. അതിനെയാണ് സെക്കൻഡറി സൈലം എന്ന് പറയുന്നത്. ഇനി പ്രാഥമിക സൈലത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിൽ ആദ്യം ഉണ്ടാവുന്ന സൈലം എപ്പോഴും ചെറുതായി. അതിനെ പ്രോട്ടോസൈലം, ചെറിയ സൈലങ്ങളെ പ്രോട്ടോസൈലം, പിന്നീട് ഉണ്ടാകുന്ന വലിയ വലിയ സൈലങ്ങളെ മെറ്റാസൈലം എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ അറേഞ്ച്മെന്റിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് കാണ്ഡങ്ങളിലും വേരുകളിലും ഈ പ്രോട്ടോസൈലവും മെറ്റാസൈലത്തിന്റെ അറേഞ്ച്മെന്റ് വ്യത്യാസമായിരുന്നു. കാണ്ഡങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് വാസ്കുലർ ബണ്ടിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഉള്ളിലോട്ടായിരിക്കും ചെറിയ സൈലം അറേഞ്ച്. പ്രോട്ടോസൈലം ടുവേഴ്സ് സെന്റർ, ഉള്ളിലോട്ട് അകത്തോട്ട് പ്രോട്ടോസൈലവും, പുറത്തോട്ട് പോകുന്തോറും അത് വലുതായി മെറ്റാസൈലം പുറത്തോട്ടും അതായത് ബാഹ്യഭാഗത്തോട്ടും അറേഞ്ച് ചെയ്യും. ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് ഉള്ള സൈലത്തിനെ എൻഡാർക്ക് സൈലം എന്നാണ് പറയുന്നത്. കാണ്ഡത്തിൽ പൊതുവെ എൻഡാർക്ക് സൈലം ആയിരിക്കും. പ്ലസ് ടു നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാം, എൻഡാർക്ക് സൈലം എന്നാണ് പറയുന്നത്. എന്നാൽ വേരിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വേരെടുക്കുമ്പോൾ ഏറ്റവും ഉള്ളിലോട്ടായിരിക്കും മെറ്റാസൈലം കാണുന്നത്, പുറത്തോട്ട് പോകുന്നതും ചെറുതായി പോകുന്നു. മെറ്റാസൈലം സെന്ററിലും പ്രോട്ടോസൈലം പെരിഫറൽ സൈലം അറേഞ്ച് ചെയ്യും. അതാണ് എക്സാർക്ക് മാനർ അല്ലെങ്കിൽ എക്സാർക്ക് സൈലം എന്ന് പറയുന്നത്. വേരുകളിൽ എപ്പോഴും എക്സാർക്കും കാണ്ഡത്തിൽ എപ്പോഴും എൻഡാർക്കും ആയിരിക്കും. ഓർത്തിരിക്കുക. ചെടിയുടെ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള വളർച്ച, വണ്ണം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സൈലമാണ് ദ്വിതീയ സൈലം എന്ന് പറയുന്നത്. ആ വളർച്ചയെ ദ്വിതീയ വളർച്ച എന്നും അപ്പോഴുണ്ടാകുന്ന സൈലത്തിനെ ദ്വിതീയ സൈലം എന്നും പറയും. അപ്പോൾ ഉണ്ടാകുന്ന ഫ്ലോയത്തിന് ഇപ്പൊ എന്തായിരിക്കും വരുന്നത്? ദ്വിതീയ ഫ്ലോ എന്ന് പറയും. പ്രൈമറി ഫ്ലോയും സെക്കൻഡറി ഫ്ലോയും ഇതുപോലെ ഉണ്ട്. പ്രൈമറി സൈലം ഉണ്ടാകുമ്പോൾ, പ്രാഥമിക സൈലം ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാകുന്ന ഫ്ലോയത്തിന് പ്രാഥമിക ഫ്ലോ എന്ന് പറയുന്നു. അതേപോലെ വണ്ണം വെക്കുമ്പോഴും ഫ്ലോ ഉണ്ടാവും. ആ ഫ്ലോയത്തിന് സെക്കൻഡറി സൈലത്തിന്റെ കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് സെക്കൻഡറി ഫ്ലോയം എന്നാണ് പറയുന്നത്. ഇനി സൈലം ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞത്, അതിന്റെ അർത്ഥം ഒരുപാട് കോശങ്ങൾ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കലകളാണല്ലോ. പ്രധാനമായിട്ടും 4 തരം കലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്: ട്രക്കീഡുകൾ, വെസലുകൾ അഥവാ ട്രക്കിയ, സൈലം പാരൻകൈമ ആൻഡ് സൈലം ഫൈബേഴ്സ് ഓർ നാരുകൾ.
ആദ്യം ഈ ചിത്രം നോക്കാം. ആദ്യ ചിത്രത്തിൽ കാണപ്പെടുന്ന ഒരു സൈലമാണ്. അതിൽ നീണ്ട കുഴലുകൾ പോലെ സിലിണ്ടർ ആകൃതിയിലുള്ള കുഴലുകൾ പോലെ ഭാഗം കണ്ടോ, വെസൽ. ആ ഒരു നീണ്ട കുഴലിനെ വെസൽ എന്നും അതിലുള്ള ഓരോ സെല്ലുകളെയാണ് വെസൽ മെമ്പർ എന്നും പറയുന്നത്, വെസൽ അംഗങ്ങൾ എന്നും പറയുന്നത്. അപ്പൊ വെസൽ അംഗങ്ങൾ ചേർന്നുണ്ടാകുന്ന വലിയൊരു സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു നീണ്ട കുഴലാണ് വെസൽ എന്നുള്ളത് സൈലത്തിന്റെ പ്രധാന എലമെന്റ്. അടുത്ത എലമെന്റ് ആണ് ട്രക്കീഡ്. കുറച്ചുകൂടെ നീളമുള്ളതാണെങ്കിലും അറ്റഭാഗം കൂർത്തിരിക്കും. അറ്റം ടേപ്പറിംഗ് എന്ന ചിത്രം നോക്കുക, രണ്ടാം ചിത്രത്തിന്റെ അവസാനം നോക്കുക. ട്രക്കീഡുകളുടെ അറ്റം കൂർത്തായിരിക്കുന്നു. അതും ഇത് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, രണ്ടും വെസലായാലും ട്രക്കീഡുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലെ. ചിത്രം നോക്കുക. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഈ ചിത്രം മനസ്സിലുണ്ടാവുക. ട്രക്കീഡിൽ പുറത്ത് കൂർത്ത മൊനമുണ്ടായിരിക്കും, വെസൽ കുറച്ച് സിലിണ്ടർ ആകൃതിയിൽ കാണപ്പെടും. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി നേരത്തെ പറഞ്ഞത് വേര് മുതൽ ഇല വരെ കാണപ്പെടും. ഇനി ഇതിനോടൊപ്പം പാരങ്കൈമ കോശങ്ങൾ ഉണ്ടെങ്കിൽ, ജീവനുള്ള കോശങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് സൈലം പാരങ്കൈമ അല്ലെങ്കിൽ പാരങ്കൈമ എന്ന് പറയുന്നത്. ഇതോടൊപ്പം സ്ക്ലീറങ്കൈമ ഫൈബേഴ്സ് കാണപ്പെടുന്നെങ്കിൽ അതിനെ സൈലം ഫൈബേഴ്സ് അല്ലെങ്കിൽ സൈലം നാരുകൾ എന്ന് പറയാം. ഇങ്ങനെ 4 തരം ടിഷ്യൂസ് ചേർന്നാണ് സൈലം കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? ട്രക്കീഡ്സ്, വെസൽ, കൂടെ പാരങ്കൈമയും പിന്നെ ഫൈബർ, സ്ക്ലീറങ്കൈമ ഫൈബറും കാണും. അതിൽ ആദ്യമാണ് ട്രക്കീഡ്സ് എന്ന് പറയും. ട്രക്കീഡിന്റെ പ്രത്യേകം നേരത്തെ പറഞ്ഞു, കൂർത്ത അഗ്രങ്ങളോട് കൂടിയതാണ്, നേർത്ത കുഴലുകളാണ്, ഒന്നിന് മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്ന നീണ്ട കുഴല് പോലെ കാണപ്പെടുന്നതാണ്. ഇതിന്റെ സെൽവാളിന്റെ പ്രത്യേകത ലിഗ്നിൻ കൊണ്ട് കോട്ട് ചെയ്തിരിക്കുന്നു, കട്ടിയുള്ളതാണ്. ഇവ ഡെഡ് സെല്ലുകളാണ്, മെച്ചുർ ആകുമ്പോൾ ഡെഡ് ആയി പോകും. പിന്നെ കോശത്തിനകത്തുള്ള അറ വളരെ വലുതാണ്, കാരണം ലൂമൻ നേരത്തെ ഫൈബറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലുതായിരിക്കും. എന്തുകൊണ്ടാണ്? വാട്ടറിനെ കടന്നു പോകണ്ടേ, അതുകൊണ്ട് കുറച്ച് വലിയ അറകളുള്ള സെല്ലുകളായിരിക്കും. മറ്റൊരു പ്രത്യേകത, ഓരോ കോശങ്ങളിൽ ഒരുപാട് സുഷിരങ്ങൾ കാണാൻ കഴിയും, പിറ്റ്സ് കാണാൻ കഴിയും. എന്തിനായിരിക്കും അങ്ങനെ? ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് വാട്ടറിന്റെ കണക്ഷന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ധാരാളം സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. പ്രാഥമിക സൈലം എടുത്താലും ദ്വിതീയ സൈലം എടുത്താലും, അതായത് പ്രൈമറി സെക്കൻഡറി സൈലം എടുത്താലും, രണ്ട് കണ്ടീഷനിലുണ്ടാകുന്ന സൈലത്തിലും നമുക്ക് ട്രക്കീഡ്സ് കാണാൻ കഴിയും. ഈ ട്രക്കീഡ്സ് ആണ് മെയിൻ ആയിട്ട് എല്ലാ വാസ്കുലർ പ്ലാന്റ്സിലും കാണപ്പെടുന്നത്. അപ്പൊ പെരഡോഫൈറ്റ് മുതൽ നമുക്കറിയാം സൈലോം ഫ്ലോയ ഉണ്ടെന്ന് അറിയാം. അതിലൊക്കെ പെരഡോഫൈറ്റ് എടുത്താലും ജിംനോസ്പം എടുത്താലും ആൻജിയോസ്പം എടുത്താലും ഒക്കെ കാണപ്പെടുന്ന മെയിൻ ഒരു ടിഷ്യൂ ആണ്, സൈലത്തിന്റെ ഒരു ഭാഗമാണ് ട്രക്കീഡ് എന്ന് പറയുന്നത്. എന്താണ് മെയിൻ കണ്ടക്ഷൻ? അപ്വേർഡ് കണ്ടക്ഷൻ, മുകളിലേക്കുള്ള സംവഹനവും ജലത്തിന്റെ സംവഹനവും കട്ടിയുള്ളത് കൊണ്ട് മെക്കാനിക്കൽ സപ്പോർട്ടുമാണ് പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. വെസലുകൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സിലിണ്ടർ ആകൃതിയിലായിരിക്കും കൂടുതൽ കാണപ്പെടുന്നത്, കൂർത്ത അഗ്രം കാണത്തില്ല, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കിയിരിക്കുന്നു. ഇനി ഇതിന്റെ വെസലിന്റെ പ്രത്യേകത, അതിന്റെ ഏറ്റവും മുകളിൽ ഒരു വലിയ അറ ഉണ്ടാവും, സിമ്പിൾ പെർപ്പറേഷൻ എന്ന് പറയാം. ഒറ്റ വലിയ അറയും പിന്നെ ചുറ്റുമുള്ള ഓരോ സെല്ലിന് ചുറ്റും കണ്ട് ഒരുപാട് സുഷിരങ്ങൾ ബോഡിയുടെ ചുറ്റും കാണപ്പെടുന്നു. സെന്ററിലായിട്ട് ഓരോന്നിന്റെ സെന്ററിൽ വലിയ പുട്ട് ചോർത്ത് നോക്കിയാൽ അതിന്റെ സെന്ററിൽ നമ്മൾ പുട്ടിന്റെ മാവിടുന്ന ഭാഗത്ത് വലിയ ഹോളിൽ അതുപോലെ ഒരു വലിയ അറ ഉണ്ടാവും, അതിന്റെ സിമ്പിൾ പെർപ്പറേഷൻ എന്ന് പറയും. പിന്നെ ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു ഹോളുകളെ ബോഡിയുടെ പിറ്റ്സ് എന്നും പറയും. നേരത്തെ പറഞ്ഞ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാധാരണ ഈ വെസലുകൾ സപുഷ്പികളിൽ ആൻജിയോസ്പേം ആവൃത ബീജുകളിൽ മാത്രമേ ഉള്ളൂ. ജിംനോസ്പേമിലോ ടെറഡോഫൈലിലോ വെസൽ കാണാൻ കഴിയില്ല. അപ്പോൾ വെസൽ ഓർക്കേണ്ടത് ജിംനോസ്പേമിൽ ഇല്ല, പകരം ആൻജിയോസ്പേമുകളിൽ മാത്രമേ ഇത് കാണപ്പെടുള്ളൂ. ആൻജിയോസ്പേമിന്റെ സൈലത്തിൽ നമുക്ക് വെസല് കാണാൻ കഴിയും. ഇവയും ഡെഡ് സെല്ലുകളാണ്. പിന്നെ ഇതിനകത്ത് വലിയ അറ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അപ്വേർഡ് കണ്ടക്ഷൻ, മെക്കാനിക്കൽ സപ്പോർട്ട്, മുകളിലോട്ടുള്ള കണ്ടക്ഷൻ, വാട്ടറിന്റെ കണ്ടക്ഷൻ, അതുപോലെ മെക്കാനിക്കൽ സപ്പോർട്ടാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ട്രക്കീഡ്സിനെയും വെസലിനെയും ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ട്രക്കിയറി എലമെന്റ്സ് എന്നും പറയാം, അങ്ങനെ പറയാറുണ്ട്. ട്രക്കീഡ്സിനെയും വെസലിനെയും ചേർത്ത് ട്രക്കിയറി എലമെന്റ്സ് എന്ന് പറയും. വെസലിന്റെ മറ്റൊരു പേരെന്താണ്? ട്രക്കിയ. ഓർക്കുക, വെസലുകൾ എന്ന് പറഞ്ഞാൽ നീണ്ട കുഴലുകളാണ് വെസലുകൾ. ഇതിൽ ഓരോ അംഗങ്ങളാണ് വെസൽ അംഗങ്ങൾ. അതായത് വെസൽ അംഗങ്ങൾ എന്ന് പറയുന്നത് ഓരോ കോശങ്ങളാണ്. വെസൽ അംഗങ്ങൾ ചേരുമ്പോഴാണ് വെസൽ അഥവാ ട്രക്കിയ ഉണ്ടാകും. ഇനി വെസലിനകത്ത് കട്ടി ലിഗിനിൻ കൊണ്ട് കോട്ടിരിക്കുന്നെങ്കിൽ ലിഗിനിന്റെ കോട്ടിങ് പലതരത്തിലാണ്. ചില വെസലിനകത്ത് ആനുലാർ തിക്കനിങ് ആയിരിക്കും. ആനുലാർ എന്ന് പറഞ്ഞാൽ വളയം പോലെ, ആദ്യ ചിത്രം നോക്കുക, ഓരോ റിങ് പോലെ ആയിരിക്കും അതിനകത്ത് ലിഗിനിങ്ങിന്റെ കോട്ടിങ് കാണപ്പെടുന്നത്. ഓരോ വലയം പോലെ കാണപ്പെടുന്നതിന് ആനുലാർ വെസലുകൾ എന്ന് പറയും. അത്തരം വെസലുകളാണ് ആനുലാർ വെസലുകൾ. രണ്ടാമതാണ് സ്പൈറൽ വെസൽ. പേര് തന്നെയുണ്ട്, അതിനകത്ത് സ്പൈറൽ ആകൃതിയിലായിരിക്കും ലിഗ്നിന്റെ കോട്ടിംഗ് ഉള്ളത്, അതുകൊണ്ട് ആ വെസലിനെ സ്പൈറൽ വെസൽ എന്ന് പറയാം. മൂന്നാമത്താണ് സ്കാലറിഫോം വെസലുകൾ, അതായത് ലാഡൽ ഷേപ്പ്. ഏണി പോലെ ഇങ്ങനെ അടുക്കി ഏണിയുടെ ചവിട്ടുപടി പോലെ ലാഡർ ഷേപ്പിലാണ് കാണപ്പെടുന്നതെങ്കിൽ അത്തരം വെസലുകളെയാണ് സ്കാലറിഫോം വെസലുകൾ എന്ന് പറയുന്നത്. പിന്നെ റെറ്റിക്കുലേറ്റ്, വലക്കണ്ണികൾ പോലെയാണ്, വല പോലെ ഇങ്ങനെ ലിഗ്നിൻ കോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ റെറ്റിക്കുലേറ്റ് വെസൽ എന്നും, ഒരുപാട് സുഷിരങ്ങൾ രൂപത്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ പിറ്റഡ് വെസൽ എന്നും പറയും.
ഇതിലേറ്റവും അഡ്വാൻസ്ഡ് ആണ് പിറ്റഡ് വെസൽ. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെസലാണ് പിറ്റഡ് വെസൽ. അടുത്തത് സൈലം പാരൻകൈമ. നേരത്തെ പറഞ്ഞു ഈ സൈലത്തിന്റെ ടിഷ്യൂ ഒരു ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്ന ടിഷ്യൂ ആണല്ലോ. ആ ഗ്രൂപ്പിനകത്ത് വെസൽസ് ഉണ്ടാകും, അതോടൊപ്പം എന്തുണ്ട്, ട്രക്കീഡ്സ് ഉണ്ട്. കൂടെ ജീവനുള്ള പാരൻകൈമ കോശങ്ങൾ ഉണ്ടെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് സൈലം പാരൻ. അപ്പൊ സൈലത്തിനോട് ചേർന്നിരിക്കുന്ന ജീവനുള്ള പാരൻകൈമ കോശങ്ങളെയാണ് സൈലം പാരൻകൈമ അഥവാ വുഡ് പാരൻകൈമ എന്ന് പറയുന്നത്. പ്രാഥമിക സൈലത്തിലും ദ്വിതീയ സൈലത്തിലും കാണുന്നത്. രണ്ടു തരം സൈലം എടുത്താൽ ആദ്യം ഉണ്ടാകുന്ന സൈലത്തിലും പിന്നീട് വണ്ണം വയ്ക്കുമ്പോഴുള്ള സൈലത്തിലും നമുക്ക് പാരൻകൈമ കോശങ്ങളെ കാണാൻ കഴിയും. ഇതിൽ ദ്വിതീയ സൈലത്തിൽ കാണുന്ന പാരൻകൈമയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് പൊതുവെ കട്ടി ഉണ്ടായിരുന്നു. വണ്ണം വയ്ക്കുന്ന സമയത്ത് ഉണ്ടായത് കുറച്ച് കട്ടിയുള്ളതും നീളമുള്ളതുമായിരിക്കും. അതുകൊണ്ട് ഇവയെ റേ പാരൻകൈമ എന്നാണ് പറയുന്നത്. കണ്ടക്ഷന് വേണ്ടിയിട്ടാണ് റേ പാരൻകൈമ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നീളമുള്ളത് കൊണ്ടും കട്ടിയുള്ളത് കൊണ്ടും അവയെ റേ പാരൻകൈമ എന്ന് പറയാം. ജലത്തിന്റെ സംവഹനം, ജലത്തിന്റെ സംഭരണം, മറ്റു ആഹാര പദാർത്ഥങ്ങളുടെ ശ്രമങ്ങളുടെ സംഭരണം. നമ്മൾ പഠിച്ചിട്ടില്ലേ സെക്രീഷൻസ്, നോൺ ലിവിങ് ഓർഗാൻസും മാറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ആ സ്റ്റോറേജ് ആയിട്ട് മിക്കവരും ആക്ട് ചെയ്യുന്നത് ഏതായിരിക്കും? സൈലം പാരൻകൈമയായിരിക്കും. സൈലം നാരുകൾ അഥവാ സൈലം ഫൈബേഴ്സ്. ഈ സൈലത്തിന്റെ കൂടെ സ്ക്ലീറൻകൈമ ഫൈബർ കൂടി അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് സൈലം നാരുകൾ എന്ന് പറയുന്നത്. എന്തായിരിക്കും മെയിൻ ഫംഗ്ഷൻ? മറ്റേ പ്രത്യേകിച്ച് ഫംഗ്ഷൻ അതിന് പറയാനില്ല. എന്തായിരിക്കും? സപ്പോർട്ട് തന്നെയാണ് മെയിൻ ഫംഗ്ഷൻ. ഇത് പ്രാഥമിക സൈലത്തിലും ദ്വിതീയ സൈലത്തിലും കാണാൻ. ആദ്യം ഉണ്ടാവുന്ന സൈലത്തിലും രണ്ടാമതുണ്ടാവുന്ന വണ്ണം വയ്ക്കുമ്പോഴുള്ള ദ്വിതീയ സൈലത്തിലും നമുക്ക് ഈ ഫൈബറുകളെ, നാരുകളെ കാണാൻ കഴിയും. അടുത്തത് ഫ്ലോയം അഥവാ ബാസ്റ്റ്. ബാസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലോയം തന്നെ. ഫ്ലോയ എന്ന വാക്ക് നൽകിയത് നഗേല് തന്നെയാണ്. ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരത്തെ ചെടികളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഫ്ലോയത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്, അല്ലെ? ഫ്ലോയം നിർമ്മിച്ചിരിക്കുന്നത് 4 തരം കോശങ്ങൾ കൊണ്ടാണ്. അതായത് സീവ് നാളി അംഗങ്ങൾ, സീവ് 2 എലമെന്റ്സ്, സഹകോശങ്ങൾ അഥവാ കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ് ഓർ ഫ്ലോയം നാരുകൾ. അതിൽ ആദ്യത്തേതാണ് സീവ് നാളി അംഗങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ട്രക്കീഡ് പറഞ്ഞതുപോലെ, വെസൽ പറഞ്ഞതുപോലെ നീണ്ട നീളമുള്ള കനം കുറഞ്ഞ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കിയിരിക്കുന്ന കോശങ്ങളായിരിക്കും. ആ ചിത്രം നോക്കുക. ഒരു നീണ്ട കുഴലുകളാണ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെ ഉണ്ടാകുന്ന നീണ്ട കുഴലിനെയാണ് സീവ് ട്യൂബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീവ് നാളി എന്ന് പറയുന്നത്. അതിൽ ഓരോ അംഗങ്ങൾ, ഓരോ കോശങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ആ ഓരോ കോശങ്ങളെയാണ് സീവ് നാളി അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇവ ചേർന്നുണ്ടാകുന്ന നീളമുള്ള കുഴലിനെ സീവ് നാളി എന്ന് പറയുന്നു. യഥാർത്ഥ സീവ് നാളി കാണപ്പെടുന്നത് ആവൃത ബീജുകൾ. ട്രൂ ആയിട്ടുള്ള സീവ് നാളി കാണപ്പെടുന്നത് ആവൃത ബീജുകളാണ്. എന്നാൽ ജിംനാസ്പം പോലുള്ള താഴ്വുള്ള ചെടികളിൽ സീവ് സെല്ലുകളായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അത് ചിലപ്പോൾ മറ്റു ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. ട്രൂ ആയിട്ട് കാണപ്പെടുന്നത് ആൻജിയോസ്പമിൽ മാത്രമേ കാണാൻ കഴിയൂ. ഇതിന്റെ കോശഭിത്തി വളരെ കനം കുറഞ്ഞതും പിന്നെ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതുമാണ്. കട്ടി കുറഞ്ഞ സെല്ലുകളാണ് സീവ് ട്യൂബിൽ കാണപ്പെടുന്നത്. ലിഗ്നിൻ പൊതുവായിട്ട് ഇല്ല, ആബ്സെന്റ്. കട്ടി കുറവായതുകൊണ്ട് ലിഗ്നിൻ കാണപ്പെടുന്നില്ല. പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഈ കോശങ്ങളിലെ കോശദ്രവ്യം ഒരു പാട പോലെ, നേരത്തെ പാട പോലെ കോശഭിത്തിയോട് ചേർന്ന് കാണപ്പെടും. മർമ്മമില്ല. പിന്നെ അതിനകത്ത് വലിയ അറകൾ, പേനും കാണും, വാക്യൂള് കാണും. മർമ്മം പൊതുവെ ഇല്ല, പിന്നെ വലിയ അറകളായിരിക്കും. ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വലിയ അറകളായിട്ട് കാണപ്പെടും. ഒരു ചിത്രം തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് കാണാം. ഓരോ സീവ് ട്യൂബിന്റെ കൂടെ ഒരു സെല്ലുണ്ട്, അതിന്റെ പേര് കമ്പാനിയൻ സെല്ല്. തൊട്ടിപ്പുറത്ത് ഫ്ലോയം പാരൻകൈമ. എന്തായാലും ഫ്ലോയം പാരൻകൈമ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഫ്ലോയത്തിനോട് ചേർന്ന് നമ്മൾ സാധാ പാരൻകൈമ, ഫ്ലോയം പാരൻകൈമ. അതിനോട് ചേർന്ന് നമ്മൾ ഫൈബേഴ്സിനെ ഫ്ലോയം ഫൈബേഴ്സിനെ പറയും. ഓരോ കോശങ്ങൾക്കിടയിലും അവയെ ബന്ധിപ്പിക്കുന്ന കോശഭിത്തി അരിപ്പ പോലെ കാണുക. നേരത്തെ കണ്ട ഈ ചിത്രം നോക്കൂ, ഒന്ന് തിരിച്ചു വരാം. ഈ ചിത്രം നോക്കുക. അതിൽ കണ്ട ഓരോ കോശത്തിന്റെയും എൻഡിലുള്ള കോശഭിത്തി ഇങ്ങനെ അരിപ്പ പോലെ, എന്നുള്ള പൊട്ടുകുറ്റിലെ കാണുന്ന ചില്ല് പോലെ കാണപ്പെടുന്നത്. അരിപ്പ പോലെ ഒരുപാട് ഹോളുള്ള അരിപ്പ പോലെയാണ് കാണപ്പെടുന്നത്, അല്ലേ? ഇങ്ങനെ അരിപ്പ പോലെ കാണപ്പെടുന്ന കോശഭിത്തിയാണ് സീവ് ട്യൂബിലുള്ളത്. അതിങ്ങനെ കുറച്ച് ചരിഞ്ഞരിഞ്ഞും കാണപ്പെടുന്നത്. ഒരുപാട് സുഷിരങ്ങളൊന്നും ചരിഞ്ഞതുമായിട്ടുള്ള അരിപ്പ പോലുള്ള ഈ ഒരു ഭാഗത്തിനെ, പ്ലേറ്റിനെ സീവ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ സീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് അതിന്റെ കോശഭിത്തിയാണ്. അതിലൂടെയാണ് ഫുഡ് ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓരോ സീവ് ട്യൂബിനെയും അംഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സുഷിരങ്ങളിലൂടെ കോശദ്രവ്യത്തിന്റെ ജാലികൾ, സ്റ്റാൻഡ് കാണുന്നു. അതിൽ കാണാൻ കഴിയും, ഒരു ചെറിയ ലൈൻ പോലെ കാണപ്പെടുന്നതൊക്കെ ഓരോ സെല്ലുകളെ തമ്മിലും അതിന്റെ സൈറ്റോപ്ലാസം സുഷിരങ്ങളിലൂടെ കണക്ട് ചെയ്യുന്നു, സ്റ്റാൻഡ് വെച്ച് കണക്ട് ചെയ്യുന്നു. സസ്യ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്ന സീവ് നാളികൾ വളരെ ഇടുങ്ങിയതായിരുന്നു. പ്രാഥമിക സൈലം, നേരത്തെ പറഞ്ഞ സൈലം ഉണ്ടാവുന്ന കൂട്ടത്തിൽ ഫ്ലോയം ഉണ്ടാവുന്ന പറഞ്ഞില്ല, പ്രാഥമിക സൈലം.
അതിന്റെ കൂടെ ഉണ്ടാവുന്ന ഫ്ലോയമാണ് പ്രാഥമിക ഫ്ലോയം എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്ന ഫ്ലോയത്തിന്റെ പ്രത്യേകത അതിനകത്തുള്ള CV2 വളരെ ഇടുങ്ങിയതായിരിക്കും, നാരുമായിരിക്കും. അതിനെ പ്രോട്ടോ ഫ്ലോയം എന്ന് പറയുന്നു. പിന്നീട് ഉണ്ടാവുന്ന രണ്ടാമത്തെ ഘട്ടം വളർച്ചയിൽ ഉണ്ടാവുന്ന ഫ്ലോയത്തിന്റെ പ്രത്യേകത അതിലുള്ള CV2 കുറച്ചുകൂടെ വളരെ വലുതായിരിക്കും. അതിനെ മെറ്റാ ഫ്ലോയം എന്നും പറയും. സഹകോശം, കമ്പാനിയൻസ്. ആ ചിത്രം നോക്കുക. ഓരോ CV2 ചേർന്ന് ഒരു പാരങ്കൈമ പോലത്തെ ഒരു കോശം കാണിക്കുന്നുണ്ട് അല്ലെ. ഓരോ CV2 ചേർന്ന് കാണുന്ന ഈ കോശങ്ങളെയാണ് കമ്പാനിയൻ സെൽ അഥവാ സഹകോശങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും ഈ രണ്ട് കോശങ്ങളും ഒരൊറ്റ പാരന്റ് സെല്ലിൽ നിന്ന് ഉണ്ടായതാണ്. അൺഈക്വൽ ഡിവിഷന്റെ ഫലമായിട്ട് ഒരെണ്ണം വലിയ CV2 ഒരെണ്ണം ചെറിയ കമ്പാനിയൻ സെല്ലൊക്കെ മാറി. ഓരോ ജീവിനാളി അംഗങ്ങളുടെ കൂടെ ചേർന്ന് കാണപ്പെടുന്ന കോശങ്ങളാണ് സഹകോശങ്ങൾ. ഇവ കനം കുറഞ്ഞതും ജീവനുള്ള കോശങ്ങളുമാണ്. ഓരോ സഹകോശങ്ങളും ജീവിനാളി അംഗങ്ങളുടെ നേരത്തെ പറഞ്ഞ സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ് എന്താണ് കോശദ്രവ്യത്തിന്റെ ഒരു ജാലിക ഉപയോഗിച്ച് അവയെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. സഹകോശങ്ങളെയും അതിനോടൊപ്പം ചേർന്നിരിക്കുന്ന CV2 തമ്മിൽ പരസ്പരം സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. കമ്പാനിയൻ സെല്ലിൽ നമുക്ക് ആവൃത ബീജുകളിൽ, അതായത് ആൻജിയോസ്പെമിൽ മാത്രമേ കാണാൻ കഴിയൂ. വെസല്, സൈലത്തിലെ വെസലായാലും ഫ്ലോയത്തിലെ കമ്പാനിയൻ സെല്ലിൽ നമുക്ക് ആൻജിയോസ്പെമിൽ മാത്രമേ ഉള്ളൂ. മറ്റു തരത്തിലുള്ള ഒരു പ്ലാന്റ്സിലും ജിംനോസ്പെമിലോ ടെറഡോഫൈലിലോ കാണാൻ കഴിയില്ല. അപ്പൊ മറ്റു പ്ലാന്റ്സിൽ നിന്ന് എന്ത് കാണത്തില്ല? വെസല് കാണില്ല, അതുപോലെ കമ്പാനിയൻ സെല്ലും കാണില്ല. CV നാളി അംഗങ്ങൾക്ക് മർമ്മമില്ലല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, മർമ്മമില്ലാത്ത സെല്ലുകളാണ് CV2. അതിന് മർമ്മമില്ലാത്തതുകൊണ്ട് ഇതിന്റെ ഫംഗ്ഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സഹകോശങ്ങളായിരിക്കും, കമ്പാനിയൻ സെല്ലായിരിക്കും. ആ CV2 അകത്തുള്ള മർദ്ദ വ്യത്യാസം, പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതും അത് പരിഹരിക്കുന്നതൊക്കെ സഹകോശങ്ങൾ ആയിരിക്കും. ഫ്ലോയം നാരുകൾ അഥവാ ഫ്ലോയം ഫൈബേഴ്സ് ഓർ ബാസ്റ്റ് ഫൈബേഴ്സ്. നേരത്തെ പറഞ്ഞു, ഈ ഫ്ലോയത്തിന്റെ കൂടെ സ്ക്ലീറൻകൈമ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയാം. ഒരു പ്രത്യേകത ഉള്ളത്, പ്രൈമറി ഫ്ലോയത്തിൽ ഫൈബർ കാണില്ല. ആദ്യം ഉണ്ടാവുന്ന ഫ്ലോയത്തിൽ നാരുകൾ കാണില്ല. എന്നാൽ ചെടി വണ്ണം വെച്ച് തുടങ്ങുന്നുണ്ടാവുന്ന രണ്ടാമത്തെ ഫ്ലോയം, സെക്കൻഡറി ഫ്ലോയത്തിലായിരിക്കും നാരുകൾ കാണപ്പെടുന്നത്. ഈ നാരുകൾ ഉള്ളത് കൊണ്ടാണ് അതിന് കുറച്ച് മെക്കാനിക്കൽ സപ്പോർട്ടും സംരക്ഷണവും ഒക്കെ നൽകുന്നതും. വേറെ പ്രത്യേകത, ഇത്തരം നാരുകൾക്ക്, ചില ചെടികളുടെ നാരുകൾക്ക് എക്കണോമിക് ഇമ്പോർട്ട്, വാണിജ്യപരമായിട്ട് ഒരുപാട് ഉപയോഗമുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ജൂട്ട്, ചണം. ചണം എന്നും ശരിക്കും പറഞ്ഞാൽ അത് ഫ്ലോയം ഫൈബറാണ്. സെക്കൻഡ് വണ്ണം വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന, ഏറ്റവും പുറത്തുണ്ടാവുന്ന എന്താണ് നാരാണ് ചണമായിട്ട് എടുക്കുന്നത്. അതുപോലെ ഹെമ്പ് കഞ്ചാവിന്റെ ഇനമാണ്. ഒറിജിനൽ കഞ്ചാവിന്റെ അല്ല, അതിന്റെ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു സ്പീഷീസ് ആണ് ഹെമ്പ് എന്ന് പറഞ്ഞ പ്ലാന്റ്. അതുപോലെ ലിനം അല്ലെങ്കിൽ ഫ്ലാക്സ് അതിൽ നിർത്തുന്ന ചെറുചണം. ഈ ചെടിയുടെയും എന്താണ് ജൂട്ട് പോലെ, ചണം പോലെ തന്നെ കിട്ടുന്ന ഒരു ഫൈബർ കിട്ടുന്നുണ്ട്. ഇപ്പൊ മൂന്നുതരം പ്ലാന്റിന്റെ ഫൈബറുകൾ വളരെയധികം എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഫ്ലോയം പാരങ്കൈമ. ഫ്ലോയത്തിനോട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന പാരങ്കൈമ കോശങ്ങളെയാണ് ഫ്ലോയം പാരങ്കൈമ എന്ന് പറയുന്നത്. ജീവനുള്ള കോശങ്ങളാണ്, കനം കുറഞ്ഞതാണ്. പാരങ്കൈമയുടെ ധർമ്മം എന്താണ്? സ്റ്റോറേജ് തന്നെയാണ്. പിന്നെ കുറച്ചും കൂടെ ഫ്ലോയത്തിലുള്ളത് കുറച്ചുകൂടെ നീളമുള്ളതും കൂർത്തതുമായിട്ടുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള പാരങ്കൈമ കോശങ്ങളായിരിക്കും കാണപ്പെടുന്നത്. ഇത് മോണോകോട്സിൽ ആബ്സെന്റ്. മോണോകോട്ട് പ്ലാന്റ്സിന്റെ പ്രത്യേകത, അതിന്റെ ഫ്ലോയത്തിനോട് ചേർന്ന് നമുക്ക് എന്ത് കാണാൻ കഴിയില്ല? പാരങ്കൈമ കോശങ്ങൾ കാണാൻ കഴിയില്ല. അല്ലാതെ സ്വതന്ത്രമായിട്ട് പാരങ്കൈമ ഉണ്ടാവും. ഫ്ലോയത്തിനോട് ചേർന്നുള്ള ഫ്ലോയം പാരങ്കൈമ ആബ്സെന്റ് ആയിരിക്കും. ആഹാര പദാർത്ഥങ്ങളിൽ മറ്റു സ്രവവസ്തുക്കളായ ശ്ലേഷ്മം, റെസിൻ, ലാക്ടസ്. ശ്ലേഷ്മം മിസ്ലേനിയസ് അല്ലേ. റെസിൻ അറിയാം, റെസിൻ ഡക്ട്, അതിനുള്ള പ്രത്യേക സെക്രീഷൻസ്, റെസിൻ, ലാക്ടസ് കറകൾ ഒക്കെ സംഭരിച്ച് വെക്കുന്നത് ഈ ഫ്ലോയം പാരങ്കൈമ. അതുപോലെ ആഹാരത്തിന്റെ സംഭരണത്തിനും ട്രാൻസ്പോർട്ടേഷനും കണ്ടക്ഷനും സഹായിക്കുന്നു. ഇനി ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, സൈലത്തിന്റെ 4 എലമെന്റ്: ട്രക്കീഡ്, വെസല്, സൈലം പാരങ്കൈമ, സൈലം ഫൈബേഴ്സ്. ഇതിൽ ഒരൊറ്റ ജീവനുള്ള കോശങ്ങളേ ഉള്ളൂ, അത് സൈലം പാരങ്കൈമ. ഫ്ലോയത്തിലുണ്ട് 4 എലമെന്റ്സ്: CV2 എലമെന്റ്സ്, കമ്പാനിയൻ സെല്ല്, ഫ്ലോയം പാരങ്കൈമ, ഫ്ലോയം ഫൈബേഴ്സ്. സൈലത്തിൽ ഒരെണ്ണമേ ലിവിംഗ് ഉള്ള പാരങ്കൈമ മാത്രമാണെങ്കിൽ ഫ്ലോയത്തിൽ 2 ലിവിംഗ് സെല്ലുകളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് കമ്പാനിയൻ സെൽ സഹകോശം, രണ്ടാമത്തത് ഫ്ലോയം പാരങ്കൈമയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കോംപ്ലക്സ് ടിഷ്യൂസ് ആയ സൈലവും ഫ്ലോയവും അതിന്റെ എലമെന്റ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.